ഒരു വിവരം പുറത്തു വരുന്നത് ഇപ്പോൾ പ്രതികൾക്ക് ജീവപര്യന്തം എന്നുള്ളതാണ്. പെരിയ ഇരട്ടക്കൊല കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷാവിധി ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്, അതായത് പരമാവധി ശിക്ഷയില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഏതാണ്ട് പ്രതിഭാഗത്തിന്റെ ചില വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പരമാവധി ശിക്ഷ വേണം എന്നായിരുന്നു വാദിഭാഗത്തിന്റെ ആവശ്യം. തത്സമയം 10 പ്രതികൾക്ക് ജീവപര്യന്തം, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 11 പ്രതികൾക്കും അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മൊത്തം 10 പ്രതികൾക്ക് 15 പ്രതികൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ജീവപര്യന്തം. ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായം ഇപ്പോൾ പുറത്തു വരുമ്പോൾ പ്രതികൾക്ക് 14, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 1 മുതൽ 8 വരെയും 10, 15 പ്രതികൾക്ക് ജീവപര്യന്തമുണ്ട്. 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും. 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവ്. അതായത് കുഞ്ഞിരാമന്, KV കുഞ്ഞിരാമൻ എന്ന വളരെ പ്രധാനപ്പെട്ട CPM-ന്റെ ഉദുമ മുൻ MLA ഒക്കെ ആയ KV കുഞ്ഞിരാമൻ 5 വർഷം തടവ് ശിക്ഷയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം, 10 മുതൽ 15 പ്രതികൾക്ക്, ഈ 2 പ്രതികൾക്കും ജീവപര്യന്തമുണ്ട്. അങ്ങനെ മൊത്തം 10 പ്രതികൾക്കാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്ന വളരെ നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. പെരിയ ഇരട്ട കൊലപാതകത്തിൽ കോടതിയുടെ ശിക്ഷാവിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പരമാവധി പ്രതികൾക്കും ഒരു പ്രതിക്കുമില്ല. വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവപര്യന്തം വന്ന് ഇരട്ട ജീവപര്യന്തം കിട്ടണമെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. വധശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയോട് ആവർത്തിച്ചുണ്ടായത്. അത് കിട്ടിയില്ല. ഈ ജീവപര്യന്തം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇരട്ട ജീവപര്യന്തം അത് വെച്ചാൽ കുറച്ച് കൂടിയതാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പെരിയ ഇരട്ട കൊലപാതകത്തിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. ഏറെ നിർണായകമായ ഒരു വിധിന്യായമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. വൈകാരികമായ ദൃശ്യങ്ങൾ അത് കൃപേഷിന്റെ ശരത്ലാലിന്റെയും സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ്. ഇരട്ട ജീവപര്യന്തം ശിക്ഷ, 10 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ്. മാർക്ക് വെച്ചിരിക്കാം. കാത്തിരുന്ന വിധിന്യായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. അപ്പോൾ പ്രസ്ഥാനത്തോടും പ്രോസിക്യൂട്ടറൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കും. എന്തായാലും ഇതിൽ തൃപ്തരല്ല. ഇത് ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തമായിരുന്നെങ്കിൽ പിന്നെ ഇരട്ട ജീവപര്യന്തം ഓക്കെ, ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അതിന് അത്ര തക്കതായ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം 5 വർഷം MLA ഉൾപ്പെടെ
കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാരെ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. അതെ അതെ, നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന മനസ്സിലാവും. അപ്പോ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ കേസിൽ പരമാവധി ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിഭാഷകരും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളും ഞങ്ങളുടെ പാർട്ടിയും എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ടോം കുര്യാക്കോസും അവർണക്കുറിപ്പും തുടരുന്നുണ്ട്. ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമുണ്ട്. കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയും. എന്താണ് വിശദാംശങ്ങൾ? കൂടുതൽ ലഭ്യമാകുന്നുണ്ടോ ടോം? നമ്മൾ ഈ നിൽക്കുന്ന നോക്കൂ, ഈ കോടതിയുടെ ഇവിടെയാണ് അവരുടെ വീട്ടുകാർ നിൽക്കുന്നത്. ആ കരച്ചില് ഈ സ്ഥലം വരെ കേൾക്കാം. ആ തരത്തിലാണ് കരയുന്നത്. പ്രതീക്ഷിച്ചത് വധശിക്ഷയാണ്, നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ആദ്യം വന്നത് ജീവപര്യന്തം എന്നുള്ള തരത്തിലായിരുന്നു ശിക്ഷാവിധി പുറത്തു വന്നത്. അലമുറയിട്ട് ആർത്തലച്ച് കരയുന്നു ആ കുടുംബം. അത് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കാം. ആ തരത്തിലാണ് അവരുടെ കരച്ചിൽ പുറത്തേക്ക് വന്നത്. ഇരട്ട ജീവപര്യന്തമാണെന്ന് പറയുമ്പോൾ 6 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ 18 വർഷത്തോളമാണ് പിന്നെ ശിക്ഷ ഉണ്ടാവുക. അപ്പോഴും ഈ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് കിട്ടുന്ന പരോൾ, അവർക്ക് കിട്ടുന്ന സജ്ജീകരണങ്ങൾ, ഈ സൗകര്യങ്ങളെല്ലാം പൊതുജനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇരട്ട ജീവപര്യന്തം കിട്ടുന്ന പ്രതികളെതിരെ ആ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ തന്നെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഒരു കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ട ജീവപര്യന്തത്തിനിടയിൽ എത്ര തവണയായാലും ഇവർക്ക് പരോൾ ലഭിക്കുക, എത്ര തവണ ഇവർ പുറത്തേക്ക് ഇറങ്ങുമെന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം പറയുമ്പോൾ KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പേർക്ക്, CBI അവസാനം പ്രതി ചേർത്ത 4 പേർക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. CPM-ന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിനേറ്റ ഒരു തിരിച്ചടി കൂടി അതാവുകയാണ്. CPM-ന്റെ മുൻ MLA-ക്ക് 5 വർഷം, അതായത് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട 2ാം പ്രതി സജിയെ എന്തിനാണ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്? ഈ 4 മുൻ MLA-യുടെ നേതൃത്വത്തിൽ ഈ 4 CPM നേതാക്കൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം 5 വർഷത്തെ തടവും 10,000 രൂപ പിഴയും എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അപ്പോഴും ഈ ഇരട്ട ജീവപര്യന്തം ഏത് തരത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങൾ പറഞ്ഞതല്ലേ ഒന്നവരും കൊല്ലിച്ചവരും രാജ്യങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങൾ പറഞ്ഞതല്ലേ എത്ര കഴിഞ്ഞാലോ കുറിപ്പ് തുടരുന്നുണ്ട്. അപർണ പറഞ്ഞ പോലെ വലിയ വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പൂർണ്ണമായും തൃപ്തരല്ല എന്ന് ഇവർ ആവർത്തിക്കുന്നുണ്ട്. നിയമ നടപടികൾക്ക് തന്നെ പാർട്ടിയുമായി ആലോചിച്ച് നിയമ നടപടികൾക്ക് തന്നെ ആരംഭിക്കുകയാണോ? ആ തരത്തിൽ തീരുമാനത്തിലാണോ ഇപ്പോൾ കുടുംബം?
വേദങ്ങൾ പറഞ്ഞതല്ലേ അവർ അല്പസമയത്തിനകം നമ്മളോട് തന്നെ കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തും. അവരെയും ബന്ധിച്ചവരെ അപ്പീൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞതാണ് കുടുംബം. അതായത് ഇരട്ട ജീവപര്യന്തം എന്ന ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷാവിധിയിലേക്ക് കോടതി എത്തിയതോടുകൂടി അപ്പീൽ പോകുമെന്നുള്ളതിൽ തർക്കമില്ല. നേരത്തെ തന്നെ 10 പ്രതികളെ കുറ്റവിമുക്തരായ വിഷയത്തിൽ ആ 10 പേരും CPM-കാരുമാണ്. അപ്പോൾ ആ 10 പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൂടി ഈ കുടുംബത്തിനടുത്തേക്ക് പോയത്. ആ തരത്തിലുള്ള പ്രതികരണം ഇപ്പോഴും വരുന്നു. ഇനി CBI കോടതിയുടെ ഈ ശിക്ഷാവിധി മതിയാവുകയില്ല, അപ്പീൽ നൽകണം എന്ന് പറയുമ്പോൾ കൃപേഷിന്റെ അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങൾ കരുതിയത് വധശിക്ഷയാണ്, പക്ഷേ ഈ ഇവരെയും കൂടി വധശിക്ഷ വാങ്ങിക്കൊടുക്കാതിന്റെ പോരാട്ടം നമ്മൾ തുടരും. 10 പ്രതികളെ നേരത്തെ കുറ്റവിമുക്തരാക്കിയതിനകത്തും നിങ്ങൾ അപ്പീൽ കൊടുക്കുമെന്ന് കുടുംബം പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ ഇത് ഈ ശിക്ഷാവിധി ഒട്ടും കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അല്ല കോടതി നല്ലൊരു ശിക്ഷ കൊടുക്കുന്നതിന്റെ പ്രതീക്ഷയോടെ കൂടിയാണ് നമ്മൾ കാത്തിരുന്നത്. പക്ഷെ ദുഃഖത്തിലേക്കാണ് ഇവരൊക്കെ ഈ ശിക്ഷ കൊണ്ട് ഇവരെ പുറത്തിറങ്ങിയാലും ഇതേ കൊലപാതകം നടത്തിക്കൊണ്ട് ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ പുറത്തിറങ്ങാത്ത രീതിയിൽ വധശിക്ഷ കൊടുക്കണമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാം. ഇതിനകത്ത് മുൻ CPM-ന്റെ മുൻ MLA അടക്കമുള്ളവർക്ക് 5 വർഷം തടവാണ് പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നുള്ള വിഷയങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുമ്പോൾ ആ ശിക്ഷാവിധി അതും മതിയായില്ല. ഇല്ല അവർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ട അവർക്കാണ്. അവരെ പ്രോത്സാഹനം കൊണ്ടാണ് ഈ കൊല നടക്കുന്നത്. നേതാക്കന്മാരെ പ്രോത്സാഹിക്കുക, അവരെ കൊന്ത് ചെയ്യുന്നവർ വന്നോ എന്ന് പറയുമ്പോൾ അണികൾക്ക് ഒരു ആവേശമാണ്. അപ്പോഴാണ് കൊന്ന് തള്ളിയിട്ട് വരുന്നത്. പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കാനും അവരെ കോടതിയിൽ നിന്ന് പിടിച്ചിറക്കാനും സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കാനും ഇതുപോലത്തെ MLA-മാരും ഗുണ്ടകളായ നേതാക്കന്മാരും ഇല്ലതുകൊണ്ടാണ് ഇതുപോലെ കൊലപാതകം കേരളത്തിൽ നടക്കുന്നത്. അവരൊക്കെ ഇവന് പങ്കെടുക്കുന്നില്ലെങ്കിൽ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കൊലപാതകവും കേരളത്തിൽ നടക്കില്ല. അതാണ് നമുക്ക് പറയാം. ഈ 6 വർഷം നിങ്ങൾ ഇതിന്റെ പിറകെ നടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പാർട്ടി നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കണം, ആ തരത്തിലൊരു നിയമ പോരാട്ടത്തിൽ പോകണം. ഇതിൽ നിന്ന് മാറാൻ ഇനിയുമുണ്ട്. അത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ കുടുംബത്തിന് മുന്നിൽ പോരാട്ടം നടത്തിയത് ഗവൺമെന്റ് അവരെ കൂടെയായിരുന്നു, പ്രതികളെ കൂടെയായിരുന്നു. മുഖ്യമന്ത്രിയാണ്. പക്ഷെ അയാൾ അവർക്ക് വേണ്ടി ഏഴാമത് കോടിക്കണക്കിന് പൈസ ചെലവിട്ടു. ആ ഫ്രെയിമില്ലേ ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ബൈജു, ശിക്ഷാവിധി പുറത്തു വന്നു കഴിഞ്ഞു. സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളെ കാണാം. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കളുണ്ട്. വൈകാരിക നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ബൈജു കേൾക്കാമോ? ബൈജു കേൾക്കാമോ? എന്താണ് അവിടെ? വൈകാരികമായ നിമിഷങ്ങളാണല്ലോ. രംഗങ്ങൾക്കാണിപ്പോൾ ഈ സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. രഞ്ജിത്ത്, ഇപ്പോൾ ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണിപ്പോൾ
ഈ സ്മൃതി മണ്ഡപം സാക്ഷ്യം വെച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തത്സമയം കാണാം കൃപേഷിന്റെ അമ്മ, അതുപോലെ തന്നെ കൃപേഷിന്റെ സഹോദരി കൃപ, സത്യനാരായണൻ, ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്മൃതി മണ്ഡപത്തിൽ അവർ ആ പുഷ്പാർച്ചന നടത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏറെ വൈകാരികമാണ് ഇവിടുത്തെ ഓരോ ദൃശ്യവും. കാരണം അത്രത്തോളം നീണ്ട കാലത്തെ നിയമ പോരാട്ടമാണ്, 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടമാണ്. ആ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിൽ കുടുംബത്തിന് ആശ്വാസമാവുന്ന വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായി കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചും പുഷ്പ അർച്ചന നടത്തിയും ഒക്കെ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കുടുംബത്തിന്റെയും ഒപ്പം കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ പ്രതികരണം ഉണ്ടാകും. അവർ ഈ പുഷ്പാർച്ചന പൂർത്തിയായാൽ പ്രതികരണം ഉണ്ടാവും. നിർണായകമായ വിവരങ്ങൾ പറയാനുണ്ടെന്നാണ് ഉണ്ണിത്താൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമാക്കും അവർ. ഏതായാലും ഓരോ ആളുകളും, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് പേർ ഇവിടെ എത്തി സ്മൃതി മണ്ഡപത്തിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. വളരെ വൈകാരികമായി പൊട്ടിക്കരയുന്നു, അവരുടെ ബന്ധുക്കൾ പൊട്ടിക്കരയുന്നു. അത്തരത്തിലുള്ള വൈകാരികമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുദ്രാവാക്യം വിളികളും അതുപോലെ തന്നെ പുഷ്പാർച്ചനയും അതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉണ്ട്. അത്തരത്തിൽ എല്ലാവരും ഇവിടെ നേരത്തെ തന്നെ ഈ വിധി കാത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവരുടെ ആ ഒരു വൈകാരിക രംഗം തന്നെയാണ് നമ്മളിപ്പോൾ തത്സമയം ഈ കല്ലോട്ട് സ്മൃതി മണ്ഡപത്തിൽ നിന്നും കാണുന്നത്. ദൃശ്യങ്ങളിൽ ഉണ്ണിത്താൻ സമീപമായി കാണുന്നത് അത് കൃപേഷിന്റെ അമ്മയാണ്. കൃപേഷിന്റെ അമ്മ ബാലാമണിയാണ്. അവർ തൊട്ടടുത്തായി കൃപ അവരുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ വാർത്താ സമ്മേളനം ഉണ്ടാകും, കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടാകും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. രാജ്മോഹൻ ഉണ്ണിത്താനും മറ്റ് കോൺഗ്രസ് നേതാക്കളും അവിടെയുണ്ട്. കുടുംബത്തിനൊപ്പം ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു ഇവർ. സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുന്ന പശ്ചാത്തലം കൂടി ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടി വരും. 2 ലക്ഷം രൂപ പിഴ, ഇരട്ട ജീവപര്യന്തവും ഈ 10 പ്രതികൾക്ക് 2 ലക്ഷം രൂപ പിഴയും ഇതിനകം തന്നെ വിധിച്ചു കഴിഞ്ഞു കോടതി. അത് പക്ഷേ കുടുംബാംഗങ്ങൾ തൃപ്തരല്ല. അവർക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.